ഇന്നത്തെ താരം ഔഷധങ്ങളുടെ കലവറയായ അകത്തിപ്പൂവാണ്. കാഴ്ചശക്തി കൂട്ടുന്നതിനും കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും നമ്മളെ സഹായിക്കുന്ന അകത്തിപ്പൂവ് കയ്പ് തീരെ വരാതെ ഒരു പ്രത്യേക രീതിയിൽ വൃത്തിയാക്കി നല്ല ഹെൽത്തി ആയിട്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇലവർഗ്ഗങ്ങൾ കഴിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ചോറിന്റെ കൂടെ ആയാലും വെറുതെ ആയാലും ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന ഈ ഹെൽത്തി റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇന്ന് കുറച്ച് അകത്തിപ്പൂ കിട്ടിയത്. ആദ്യം നമുക്ക് ഇത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകി വൃത്തിയാക്കി എടുക്കുന്നതിലാണ് കേട്ടോ എല്ലാം ഇരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം എടുത്ത് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കണം. ഇനി അകത്തിപ്പൂ എടുത്ത് അതിന്റെ ഇതളുകൾ മാത്രമായിട്ടെടുത്ത് മാറ്റി വെക്കണം. അകത്തിപ്പൂവിന്റെ പൂമ്പൊടിയോട് കൂടിയ ഈ ഭാഗം നമ്മൾ കറി വെക്കാനായിട്ട് യൂസ് ചെയ്യരുത് കേട്ടോ. ഇതിലാണ് അതിന്റെ കയ്പെല്ലാം അടങ്ങിയിരിക്കുന്നത്. ഈ ഒരു ഭാഗം തോരനിൽ വരുമ്പോഴാണ് വല്ലാത്തൊരു കയ്പ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാതെ ഇതളുകൾ മാത്രം മതി. അങ്ങനെ ഇതളുകളെല്ലാം പറിച്ചെടുത്ത് നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ ഒരു 5 മിനിറ്റോളം ഒന്ന് മുക്കി വെക്കണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അതിൽ എന്തെങ്കിലും പ്രാണിയോ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും, കയ്പ് തീരെ ഇല്ലാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഏകദേശം ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതളുകളെല്ലാം വെള്ളം വരാനായിട്ട് മാറ്റി വെക്കാം. വെള്ളത്തോടു കൂടി ഇതളുകൾ യൂസ് ചെയ്താൽ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാം കൂടെ കുഴഞ്ഞു പോകും. വെള്ളം എല്ലാം ഒന്ന് മാറിയിട്ടുണ്ടേ. ഞാൻ ഇനി കുറച്ച് ഇതളുകൾ എടുത്ത് ഇതുപോലെ മുറിച്ചിടുകയാണേ. ഞാനിവിടെ കത്തി യൂസ് ചെയ്യുന്നില്ല, കൈകൊണ്ട് തന്നെയാണ് മുറിക്കുന്നത്. കത്തി യൂസ് ചെയ്താൽ ചിലപ്പോൾ പെട്ടെന്ന് പൂവ് കറുത്തു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈ കൊണ്ട് 2ആയിട്ട് മുറിച്ചിടുകയാണ്. അങ്ങനെ ആ കത്തിപ്പൂവൊക്കെ നല്ല മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ജീരകം 1 നുള്ള്, നിറത്തിന് വേണ്ടി മാത്രം കുറച്ച് കാശ്മീരി പൊടി, 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, 7-8 ചുമന്നുള്ളി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. മിക്സിയിലാണെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയേ. ഇനി നമ്മുടെ തോരന് ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ 2 മുട്ട നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. 2 മുട്ട എടുത്ത് അതിലോട്ട് കുറച്ച് പെപ്പർ പൗഡറും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ ഒന്നും അടിച്ച് റെഡിയാക്കി വെക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പം അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് കുറച്ച് കടുകിട്ട് ചടപടയെന്ന് പൊട്ടിച്ചെടുക്കാം. കൂട്ടത്തിൽ കുറച്ച് ഉഴുന്നും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സമയം കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഞാൻ ആ സമയം ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. ഉഴുന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് വറ്റൽമുളകും ചേർത്ത് ഒരു 8 കൊച്ചുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ തോരൻ ആവശ്യമായ കളറിന് വേണ്ടിയിട്ട് 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി വെളിച്ചെണ്ണ കിടന്ന് നല്ലൊരു മൂത്ത മണം വരുന്നുണ്ടേ. ഇനി നമുക്ക് അകത്തിപ്പൂ ഇട്ട് കൊടുക്കാം. ഇനി ഈ പൂവും ആ എണ്ണയിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണയിലിട്ട് ഉടനെ തന്നെ ആ പിങ്ക് കളറൊക്കെ അങ്ങോട്ട് മാറി കേട്ടോ. അകത്തിപ്പൂവിന്റെ നടുക്കൊരു കുഴിയാക്കിയിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ചേർത്ത് എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഈ സമയം നമ്മുടെ തോരന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ. അരപ്പിന്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ ഞാൻ ചെയ്ത പോലെ നേരത്തെ മുട്ട നമുക്ക് തയ്യാറാക്കി വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ സമയം മുട്ട അതിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് ആവശ്യത്തിന് കുരുമുളകും ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഈ മുട്ടയും നമ്മുടെ പൂവും മസാല എല്ലാം കൂടെ നല്ലപോലെ ഇടവിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നേരത്തെ ഞാൻ കറിവേപ്പില ചേർക്കാൻ മറന്നുപോയതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് അടച്ചു വെച്ച് നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഒന്നിനോടൊന്നും ഒട്ടാതെ നല്ലപോലെ നമ്മുടെ തോരൻ നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അകത്തിപ്പൂവിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തോരൻ നമുക്ക് തയ്യാറായിട്ടുണ്ടേ. ഒരുപാട് ഗുണങ്ങളുള്ള ഈ തോരൻ പ്രത്യേകിച്ച് കുട്ടികളും സ്ത്രീകളും കഴിക്കുന്നത് വളരെ നല്ലതാണ്. അകത്തിപ്പൂ ശരിയായ രീതിയിൽ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഇതളുകൾ മാത്രം എടുത്ത് നല്ല മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുത്തപ്പം അതിന് ഒരു കയ്പുമില്ല, നല്ല സ്വാദുമാണ് കേട്ടോ. ഇലക്കറികൾ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ മുട്ട ചേർത്ത് ഇതുപോലെ അകത്തിപ്പൂ തോരനൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂട്ടോ. അവരത് ആസ്വദിച്ച് കഴിക്കും. കാരണം ഇത് പൂവാണെന്ന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ മാത്രമേ അവർക്കത് മനസ്സിലാകത്തുള്ളൂ. ഇതെന്റെ സ്വന്തം അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണേ. എന്റെ പുത്രനെ എന്തെങ്കിലും ഒന്ന് കഴിപ്പിച്ചെടുക്കാൻ ഇതുപോലത്തെ ട്രിക്കൊക്കെ ചേർത്ത് എന്തെങ്കിലും കൊടുത്താലേ അവൻ അത് കഴിക്കത്തുള്ളൂ. അല്ലാതെ ഇത് അകത്തിപ്പൂവാണ്, ഒരുപാട് ഗുണങ്ങളുണ്ടെന്നൊക്കെ ക്ലാസ് എടുക്കാൻ നിന്ന് അവൻ അത് പുച്ഛിച്ചിട്ട് പോവും. ഇനി എന്താ, നല്ല ചൂട് ചോറ് എടുത്ത് അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അകത്തിപ്പൂവിൻ്റെ ആ മുട്ടയും ചേർത്തിട്ടുള്ള തോരനും ചേർത്ത് നല്ലപോലെ ആസ്വദിച്ചിട്ട് അങ്ങ് കഴിക്കണം. ഈ തോരൻ കഴിക്കുമ്പോൾ നമ്മളിട്ട ഉഴുന്നും കൂടെ ഇടയ്ക്കൊന്ന് കടി കിട്ടുവേ, അന്നേരം ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഹെൽത്തി ആയിട്ടുള്ള അകത്തിപ്പൂവിൻ്റെ തോരൻ ഇഷ്ടപ്പെട്ടോ? അവിടുത്തെ വീട്ടിലും ഇങ്ങനെയാണോ വെക്കുന്നത്?
ഇഷ്ടപ്പെട്ടാൽ കമന്റിലൂടെ അഭിപ്രായം പറയണേ. മറ്റൊരു ഹെൽത്തി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യാൻ മറക്കല്ലേ.